ഹായ് ഗൈസ്, നമസ്കാരം. വിഷ്ണു ആണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മുടെ സ്റ്റോറീസൊക്കെ കണ്ടിട്ട് ഒരുപാട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, വണ്ടി മാറിയോ, അതോ എന്താണ് വെക്കേഷൻ കാര്യങ്ങൾ എന്താണെന്നുള്ളൊരു ഇത്. അപ്പോൾ നമ്മളൊരു ക്ലാരിറ്റി തരാം. നമുക്ക് വെക്കേഷനായി. നമ്മുടെ യൂറോപ്പിൽ വണ്ടി ഓടിക്കുന്ന ഓൾമോസ്റ്റ് ഡ്രൈവർമാർക്കെല്ലാം അറിയാം, നമുക്ക് 3 മാസം അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ വെക്കേഷനുണ്ട്. ബേസിൽ പോകണം. ചിലർക്ക് നാട്ടിൽ പോകാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ മഞ്ഞക്കിളീനെ വിട്ടു പോവുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ കറക്റ്റ് പറയാനാണെങ്കിൽ 336ാമത്തെ ദിവസമായിരുന്നു നമ്മൾ മഞ്ഞക്കിളി നമ്മളുള്ള ഒരു റിലേഷൻ തുടങ്ങിയിട്ട്. നമ്മൾ യൂറോപ്പിൽ വന്നിട്ട് ആദ്യമായിട്ട് ഓടിച്ച വണ്ടിയാണ്. അപ്പം ഇട്ടിട്ട് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. എന്നിരുന്നാലും നമ്മൾ ഒരു ഡ്രൈവർ മാത്രമാണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പോകണം. അതുപോലെ നമ്മുടെ എല്ലാവർക്കും ഡ്രൈവർ ചേഞ്ച് കേട്ടോ. നമ്മുടെ അർജുനാണ് കേട്ടോ, അർജുൻ്റെ വണ്ടിയാണിത്. അപ്പോൾ അർജുന് ഇന്ന് വണ്ടി ചേഞ്ചാണ്. അപ്പോൾ നമ്മൾ രാവിലെ നല്ല അടിപൊളിയായിട്ട് മഞ്ഞക്കിളീനെ കുളിപ്പിച്ച് നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. രാവിലെ മഴയായിരുന്നു. അപ്പോൾ അതുപോലെ പുതിയ ആൾ വന്നിട്ടുണ്ട്, പുതിയ ഡ്രൈവർ വന്ന് പുതിയ ആൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുവാണ്. വണ്ടിക്കകത്ത് അറേഞ്ച് ചെയ്യുക കേട്ടോ. രാജസ്ഥാൻ ബൈയാണ്. അപ്പോൾ അറേഞ്ച് ചെയ്യുവാണ്. ഇത് നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്ത് മാറ്റി ഇതെല്ലാം ഇനി അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കേണ്ടത് ഇനി ബായുടെ ഇതാണ്. भैया ये अरेंज करने के बाद सीट कवर पूरा डाला गया है। बाद में सब कुछ अरेंज करो। पानी पूरा ये साइड में रखो, सो आपको भी इसी आएगा। एक और 2 बोतल इधर रखो, सो पीने के लिए. പിന്നെ അവൻ്റെ രീതിയിലെല്ലാം അറേഞ്ച് ചെയ്യണം. നമ്മുടെ ടാക്കോ കാർഡും എല്ലാം ഊരി കണ്ടില്ലേ, എല്ലാം ഊരി. ഇനി അവൻ്റെ സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഫുള്ള് കയറേണ്ടത്. നമ്മുടെ സാധനങ്ങൾ ഫുള്ള് മാറ്റി കേട്ടോ. അർജുനും വെക്കേഷൻ കേട്ടോ. ഇനി നമ്മുടെ സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ സാധനങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു കേസ് വെള്ളത്തിനോ? എത്രയുടെ? 12 അതോ 6 ഒരെണ്ണത്തിന് 2 യൂറോയോ? എടാ മീറിപ്പോലും 6 യൂറോ ഉള്ളല്ലോടാ. എവിടുന്ന് മേടിച്ചു? അവിടെ ഭയങ്കര റേറ്റാ. അവിടെ എന്നാ പിന്നെ ലുലുവില് മറ്റേ ഞാൻ ഇവനെ വധിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാ. അതൊക്കെ അറിയാം. സാധനമൊന്നുമില്ല, മസാല ഒന്നുമില്ല, എല്ലാം ട്രക്ക് അവൻ കയ്യേറി. ഇപ്പൊ ഞാൻ കണ്ണീണ്ടകത്ത് എന്റെ ജീവിതം. സാധനങ്ങള് പോയി നോക്കിയേ. എടാ നീ എത്ര നാളെ കഴിഞ്ഞാ പോന്നെ? 10 മാസമായി കേട്ടോ. പ്രസവിച്ചോ? അർജുന നാട്ടിൽ പോട്ടോ. അവൻ്റെ മമ്മ ഇറ്റലിയിലാണ്. അപ്പോൾ പുള്ളി ഇറ്റലിക്ക് പോകാനായിട്ടൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും പ്ലാൻ മാറ്റി നാട്ടിൽ തന്നെ പോവാണ്. അവന് ടാക്കോ കാർഡ് ഊരിയപ്പോഴേ അവന് ടാക്കോ ഊരിയപ്പോഴത്തേന് അവന് താക്കോൽദാനം കഴിഞ്ഞു. രാവിലെ ഇത് സെറ്റിൽമെന്റ് മറ്റേ ഇതെല്ലാം സാധനങ്ങളെല്ലാം അയച്ചു കൊടുത്ത് ഉണ്ടല്ലോ നമ്മുടെ ഐറ്റംസ് കേട്ടോ. നമ്മൾ ട്രക്കിൽ നിന്ന് മാറി കണ്ടെയ്നറിലോട്ട് കയറി ഉണ്ടല്ലേ നമ്മുടെ ഐറ്റംസ് കൊണ്ടുപോ. ലോഡാണോ അതിൻ്റെ? കൊണ്ടുവരും. നീ വരുമ്പോഴത്തേക്ക് ഞാൻ ഇതെല്ലാം മാറ്റാം. ഇത് രണ്ടും നമ്മളിവിടെ വെക്കേണ്ട ബാഗ് കേട്ടോ. നാട്ടിൽ കൊണ്ടുപോകുന്നില്ല. ഇത് രണ്ടും നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാനുള്ള ബാഗ്. അപ്പം ഇപ്പോഴേ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മുടെ ഫയലാണ് നമ്മുടെ സോസെക്സി. എല്ലാവരും ചോദിച്ചു സോസെക്സി പോകുമ്പോൾ കളയുമ്പോൾ. സോസെക്സി പോകുമ്പോൾ കളയത്തില്ല കേട്ടോ, നമ്മുടെ ഐഡൻറ്റിറ്റി. അപ്പോൾ തിരിച്ചു വരുമ്പം ഒരു വെറൈറ്റിയും കൂടെ കാണും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വെറൈറ്റിയും കൂടെ നമ്മൾ വെക്കുന്നതായിരിക്കും. എല്ലാവരും ചോദിക്കും LT, നമ്മുടെ ലിത്വാനിയുടെ LT കേട്ടോ ഈ അടിച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ലൈറ്റൊക്കെ വെക്കാൻ ഇത് നമ്മുടെ ജയ്മാചേട്ടൻ്റെ ബാഗ് തന്നെയുള്ള അതിൻ്റെ അകത്ത് ഫുള്ളാ. ഇനി സാധനങ്ങൾ ഇരിക്കുക. നാട്ടിലോട്ട് കൊണ്ടുവന്ന് ഈ ട്രോളി ബാഗ് കൊണ്ടുവന്നുകൊണ്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട്. ഒന്നുമില്ല, പിള്ളേർക്ക് കുറച്ച് ഐറ്റംസ്, കുറച്ച് ചോക്ലേറ്റ്, അത്രയൊക്കെ ഉള്ളൂ. ഇത് രണ്ടും ഇവിടെ വെക്കാം. സിലിണ്ടർ, പാത്രങ്ങള് അതെല്ലാം അതിൻ്റെ അകത്ത് കയറ്റി ചവിട്ടി കയറ്റി. അതിനല്ല രാവിലെ വരുമോ? ഞാൻ വന്നത് കഴിഞ്ഞ ആഴ്ച ദീപിച്ചേട്ടൻ പോയി. കഴിഞ്ഞ മുന്നിലത്തെ ആഴ്ച ഉച്ചക്കാ വന്നേ. ഞാൻ വെല്ലുവിളിയുള്ളപ്പോ നീ അവിടെ കിടന്നപ്പോ അപ്പുറം കിടന്നപ്പോ എടാ അത് വരുന്ന റൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളിന്ന് വൈകിട്ട് പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക. അവിടെ ഒരു പയ്യനുണ്ട് നമ്മുടെ, അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നോക്കിയിട്ടൊന്ന് പറയണമെന്ന് ഇങ്ങോട്ടുള്ള വണ്ടിയുടെ. അപ്പൊ അതനുസരിച്ച് പറയാം. പ്രതീക്ഷിക്കാം. ദീപിച്ചേട്ടനാന്ന് പോയ ഉച്ചയ്ക്കാ ഇവിടുന്ന് ആ പാർക്കിംഗ് ഉണ്ട്. അവൻ ആ വണ്ടിയിട്ടേ നിർത്തുന്നു.
അപ്പോൾ ഇതാ കേട്ടോ, ഇതെല്ലാം ഒതുക്കണമെങ്കിൽ ഇതെല്ലാം ഒതുക്കിയിട്ട് വേണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നീ അത് ഒതുക്ക്. അപ്പോഴത്തേക്ക് ഞാൻ സെറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നിനക്ക് സ്പേസ് ആവും. ആ ഡോർ തുറക്കാം. ഓക്കെ. അപ്പോൾ ഇതാ ഓട്ടോ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മളൊരു പ്രശ്നങ്ങളാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ. കറ സെറ്റ് ചെയ്യും. അപ്പോൾ പട്ടിണിയാകത്തില്ല. അപ്പം നമുക്കൊരു MT യൂണിറ്റ് തന്നാൽ നമ്മുടെ പ്ലാനർക്ക് ഒരു അടിപൊളി താങ്ക്സ് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടു പോകുമായിരുന്നു. കാരണം നമുക്ക് യൂണിറ്റ് ലോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുക എന്നുള്ള ഭയങ്കര പാടാണ്. അതും യൂക്കോണിൻ്റെ പുത്തൻ യൂണിറ്റ് നമുക്ക് കിട്ടിയെന്നുള്ളതാണ് കേട്ടോ. യൂക്കോണിൻ്റെ പുത്തൻ യൂണിറ്റ് നമുക്ക് വന്നിട്ടില്ലേ. ലൈറ്റിൻ്റെ ഒക്കെ കളറ് കഴിയുമ്പോൾ മേലെ. അപ്പോൾ എന്നാണേലും നമുക്ക് മഞ്ഞക്കിളിയിൽ നിന്നും വേർപിരിയുവാണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെ ഇത്ര നാൾ ഇവൻ കൊണ്ട് നടന്നു, ഒരു പ്രശ്നമില്ലാതെ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഫോൾട്ടിയും കാര്യങ്ങളൊക്കെ കാണിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കൻ ഓക്കെ ആയിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു, നമുക്ക് പറ്റിയൊരു പാർട്ട്ണറായിരുന്നു അവൻ. അപ്പോൾ ഇനി രാവിലെ ഞാൻ 2 കഷ്ണം ബ്രെഡ് തന്നു. ചായ വല്ലതും ഉണ്ടോ അവിടെ ഇടാൻ? പാലില്ല. കട്ടനിടോ? ആ, വിത്ത് ഗ്ലാസ് തരണം. ഗ്ലാസ്സും ഇല്ല, അതെല്ലാം പാക്ക് ചെയ്ത്. അപ്പം നമുക്കിനി ഇത് അവൻ്റേതായിട്ടുള്ള രീതിയിലെല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ്. ഓക്കെ. അപ്പോൾ അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ചേട്ടാ വേക്കൻസി ഉണ്ടോ എന്നൊക്കെ. നമുക്ക് വേക്കൻസികളുണ്ട്. കാരണം യൂറോപ്പിലോട്ടുള്ള കയറി വരവ് നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്കൊരു ഗൾഫ് കൺട്രീസിൽ പോകുന്ന പോലെയല്ല. യൂറോപ്പിലോട്ട് വരുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ട് റിജക്ഷൻ ആയി പോകുന്നുണ്ട്. അങ്ങനെ പല പരിപാടികളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് വേക്കൻസികളുണ്ട്. നിലവിൽ കമ്പനികളിലെല്ലാം വേക്കൻസികളുണ്ട്. ഓക്കെ. ഇപ്പോൾ അതുപോലെ തന്നെ ഓൾമോസ്റ്റ് കമ്പനിക്കാരെല്ലാം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അത്യാവശ്യം എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് കൂടുതലും കമ്പനിയിലെല്ലാം എടുക്കുന്നത്. നമുക്കതുപോലെ തന്നെ ഇന്ന് ട്രക്ക് ഫുള്ള് നമ്മൾ വാഷ് ചെയ്തു കേട്ടോ. വാഷ് ചെയ്ത് സെറ്റാക്കി. രാവിലെ മഴ പെയ്തുകൊണ്ട് ചെറിയ ചെളി അവിടെ ഇവിടെ എല്ലാം തെറിച്ച്. എന്നാലും കുഴപ്പമില്ല. കേബിളും കാര്യങ്ങളും എല്ലാം അവനെ കാണിച്ചു കൊടുത്ത് സെറ്റാക്കി. നമ്മൾ വെഹിക്കിൾ ഹാൻഡ് ഓവർ കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് സ്വന്തമല്ല. ഇനി മഞ്ഞക്കിളി അവന് സ്വന്തം, നമുക്ക് സ്വന്തമല്ല. ഓക്കെ. അപ്പോൾ അതുപോലെ ഇന്ന് ഇവിടെ ഞങ്ങൾ 2-3 പേരുണ്ട് കേട്ടോ പോകുന്നത്. നമ്മുടെ അർജുൻ ഇന്ന് പോകുന്നുണ്ട്, ഞാനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സഞ്ജു പോകുന്നുണ്ട്, ജീമോഞ്ചാനുണ്ട്. ജീമോഞ്ചാനൊക്കെ ഓൾറെഡി പോയി. വണ്ടിയും കൊണ്ട് പോകണമായിരുന്നു പുള്ളിക്ക്. ലിത്വാനിയയിലെ ടൗണിൽ പുള്ളി ഇന്നലെ പോയി. അപ്പം ഇങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ട്രക്ക് ചേഞ്ച് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എന്താണേലും എല്ലാം നല്ലതിനാണ്. അപ്പോൾ ഈ ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നാട്ടിൽ പോകുന്നതിൻ്റേതായിട്ടുള്ള നല്ല സന്തോഷമുണ്ട്. കാരണം കുഞ്ഞിനെ ഒന്നും ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല നമ്മുടെ ഋതിക്കുട്ടനെ ഒന്നും. അപ്പോൾ കുഞ്ഞിനെ കാണുന്നതിനൊക്കെയുള്ള ഒരു നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതിനോട് കൂടെ തന്നെ നമ്മൾ ഉപയോഗിച്ച് കൊണ്ടിരുന്ന ഒരു വണ്ടി, പ്രത്യേകിച്ച് വണ്ടി ആകുമ്പോഴത്തേക്ക് അത് വിട്ടിട്ട് പോകും. ഇപ്പം നമ്മുടെ പെണ്ണുമ്പളെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് 1ാം ഭാര്യ വണ്ടിയാണ്, 2ാം ഭാര്യയാണ് എന്ന് പറയുന്നത്. ഒരു തമാശയ്ക്ക് അവൾ പറയുന്നതാണ്. ഇത് നമ്മളെ ഒരു എന്താ പറയുക, നമ്മളെ കൊണ്ട് നടക്കുന്ന, നമ്മുടെ ജീവൻ കൊണ്ട് നടക്കുന്ന ഒരു സാധനമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടം, ഒരു സ്നേഹമൊക്കെയാണ്. കാരണം ഇതൊരു ലഹരിയാണ് ശരിക്കും. എല്ലാവരും പല വണ്ടിപ്രാന്തന്മാരും പറയുന്ന പോലെ ഇതൊരു ലഹരിയാണ്. അതിനൊരു ഇതില്ല, അതിനൊരു എന്താ പറയുക, അതിനൊരു അന്ത്യമില്ല. അതൊരിക്കലും അതിനൊരു ഇത് വരുന്നില്ല. ഓക്കെ. എന്നാലും തിരിച്ചു വരുമ്പോൾ ചിലപ്പം ഇവനെ തന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കിട്ടുമോയെന്ന് അറിയത്തില്ല. കിട്ടിയില്ലെങ്കിൽ അടുത്ത വണ്ടി. നമുക്ക് ഏത് കിട്ടിയാലും നമ്മൾ പൊന്നുപോലെ നോക്കുക. നമ്മൾ കൊണ്ട് നടക്കുന്ന പോലെയാണ് അത് നമ്മളെ കൊണ്ട് നടക്കുക. നമ്മൾ നല്ല അടിപൊളിയായിട്ടൊക്കെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം എൻ്റെ ലോക്കാട്ടോ, ലോക്കിംഗ് സിസ്റ്റങ്ങളാണ്. നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ലോക്കിംഗ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അപ്പം എത്രയൊക്കെ ഉള്ളൂ. ഇനി നാളെ ആയിരിക്കും നമുക്ക് ഇവിടുന്ന് വണ്ടി വരുന്നത്. അതായത് നമ്മുടെ കമ്പനി വാൻ വരും നമ്മളെ പിക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ഓൾറെഡി പാർക്കിങ്ങിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കമ്പനി വാൻ ഇവിടെ വരും നമ്മളെ പിക്ക് ചെയ്യാനായിട്ട്. ഇവിടുന്ന് നമ്മൾ നേരെ ലിത്വാനിയയിൽ പോകും. അതായത് നമ്മുടെ ബേസ് അവിടെയാണ്. ഓൾമോസ്റ്റ് കമ്പനികളിലെല്ലാം നടക്കുന്ന പ്രൊസീജിയർ ഇതാണ്. ഈ ഷിഫ്റ്റ് ഇറങ്ങുമ്പോൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഇങ്ങനെയാണ്. എപ്പോഴും നമ്മൾ ഏത് പാർക്കിങ്ങിലാണോ അവിടെ വന്ന്, അല്ലെങ്കിൽ ഒരു പ്ലാനർ നമുക്ക് പാർക്കിങ് തരും. അവിടെ നമ്മൾ കിടക്കുക. നമ്മുടെ വണ്ടി വന്ന് നമ്മളെ പിക്ക് ചെയ്യും. നമ്മുടെ ലഗേജും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമ്മൾ ബേസിൽ പോകും. ബേസ് മീൻസ് നമ്മൾ ലിത്വാനിയ, ലാറ്റ്വിയ എവിടെയാണ് നമ്മുടെ ബേസ് അവിടെ പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഫയൽസ് സബ്മിറ്റ് ചെയ്യും. ഫയൽ സബ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം വണ്ടിയിലുണ്ടായിരുന്ന ആ ഒരു കാലം നമ്മൾ ഡീസൽ അടിച്ചതിൻ്റെ ബില്ലുകൾ കാണും, പാർക്കിങ്ങിൻ്റെ ബില്ലുകൾ കാണും, നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വണ്ടിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ല് കാണും. ആ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ പോയ ട്രിപ്പുകളുടെ ട്രിപ്പ് ഷീറ്റ് എന്ന് പറയും, ട്രിപ്പ് ഷീറ്റ് കാണും. അതുപോലെ തന്നെ CMR ഇതെല്ലാം നമ്മളവിടെ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എമൗണ്ട് കാണും.
കാരണം എല്ലാ കമ്പനികളും നമ്മുടെ ശമ്പളം മൊത്തമായിട്ട് നമുക്ക് ഇട്ട് തരത്തില്ല. ചെറിയൊരു എമൗണ്ട്, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഇത് പ്രെഡിക്റ്റ് ചെയ്തങ്ങ് ഇതാക്കരുത്. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ശമ്പളം 1500 യൂറോയാണെന്ന് വിചാരിക്കുക. അതിൽ ഒരു 1000 യൂറോ ആയിരിക്കും അവർ തരുന്നത്, 500 യൂറോ അവർ പിടിച്ചു വെക്കും. ഒരു ഷിഫ്റ്റ് കഴിയുമ്പോഴാണ് ആ പിടിച്ചു വെച്ച എമൗണ്ട് നമുക്ക് തരുന്നത്. അപ്പോൾ ആ സമയത്ത് പിടിച്ചു വെച്ചിരിക്കുന്ന എമൗണ്ട് അവർ തരുന്നത്. അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തട്ടോ മുട്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ ഫൈനോ കാര്യങ്ങളെല്ലാം കാണും. ഇതിൻ്റെ എല്ലാ എമൗണ്ട് കട്ട് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് ആയിരിക്കും അവർ നമുക്ക് തരുന്നത്. അങ്ങനെയാണ് കമ്പനികളുടെ എല്ലാം പൊതുവായിട്ടുള്ള ഒരു കാര്യം. അപ്പം അതിനാണ് നമ്മൾ ഈ സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച കമ്പനിയിലെത്തും. കാരണം ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച രാവിലെ ഉച്ചയാകുമ്പോഴായിരിക്കും വണ്ടി വരുന്നത്. ഇവിടുന്ന് ഏകദേശം 1800 കിലോമീറ്റർ ഉണ്ട് ലിത്വാനിയ. നമ്മളെല്ലാവരും ഡ്രൈവർമാരാണ്, അപ്പോൾ അതുകൊണ്ട് മാറി മാറി വണ്ടി ഓടിച്ച് എല്ലാവരും പോകും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവിടെ തിങ്കളാഴ്ച എത്തിക്കഴിഞ്ഞാൽ തിങ്കളാഴ്ച നമ്മൾ ഫയൽ സബ്മിറ്റ് ചെയ്യും. ചൊവ്വാഴ്ച ആയിരിക്കും നമുക്ക് സെറ്റിൽമെൻറ്റ് കാര്യങ്ങളൊക്കെ. എപ്പോഴാണെന്ന് അറിയില്ല, രാവിലെ തൊട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെറ്റിൽമെൻറ്റ് നടത്താം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് സെറ്റിൽമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ പോകാം. പിന്നെ നമുക്ക് 8 ആഴ്ചയോ 10 ആഴ്ചയോ എങ്ങനെയാണ് കമ്പനി ലീവ് തരുന്നത്, ആ ഒരു ടൈമിൽ നാട്ടിൽ പോയിട്ട് അടുത്ത ആ ലീവ് തീരുന്ന, അതായത് എല്ലാ ടൈമിലും നമ്മുടെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് നമുക്ക് അവിടുന്ന് വണ്ടി വരുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പം 10ാമത്തെ ആഴ്ച കഴിയുന്ന ആ വെള്ളിയാഴ്ച നമ്മൾ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വരാനുള്ളത് പിന്നെ അതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കേണ്ട, പോകുന്നതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കാം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നേരെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബുധനാഴ്ച ടിക്കറ്റാണ്. ബുധനാഴ്ച ടിക്കറ്റ് ഉണ്ട്. നമുക്കിവിടുന്ന് നേരെ തിരിച്ച് നമ്മൾ നെതർലാൻഡിൽ വരും. നമ്മൾ നെതർലാൻഡിൽ നിന്നാണ് പോകുന്നത്. നമ്മൾ നേരെ തിരിച്ച് നെതർലാൻഡിൽ വരും. അതായത് ആംസ്റ്റർഡാമിൽ നിന്ന് നേരെ മുംബൈ ടു കൊച്ചി, അതാണ് നമ്മുടെ ഫ്ലൈറ്റ്. വ്യാഴാഴ്ചയാണ് നമ്മൾ നാട്ടിലെത്തുന്നത്. പിന്നെ ഇനി 2 മാസം നാട്ടിലെ കാഴ്ചകളൊക്കെ കാണാം. അതുപോലെ നമ്മുടെ ടാക്കോ വേരിയേഷനും കാര്യങ്ങളും ഒന്നുമില്ലാത്ത നമ്മുടെ 2 മാസങ്ങൾ പിള്ളേരുമൊക്കെ ഒത്ത് ഫാമിലിയൊക്കെ ഒത്ത് അടിച്ചു പൊളിക്കാനുള്ള സമയം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പാറ്റേൺ കാര്യങ്ങൾ. കാരണം ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. എന്താണ് ഈ സെറ്റിൽമെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് വണ്ടി ഇട്ടിട്ട് പോവുകയാണോ, എന്താ കമ്പനി മാറുവാണോ? അതുപോലെ തന്നെ നമ്മൾ കമ്പനി മാറുന്നൊന്നുമില്ല, നമ്മൾ തിരിച്ച് കമ്പനി തന്നെയാണ് വരുന്നത്. നിലവിൽ എനിക്ക് മറ്റുള്ളവരുടെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, എനിക്ക് ഈ ഒരു കമ്പനി ഓക്കെയാണ്. വർക്ക് ചെയ്യാനാണെങ്കിലും എന്തിനാണേലും എനിക്ക് കംഫർട്ടായിട്ട് ഇതുവരെ, അതായത് ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു വീഡിയോ ഇടുന്ന നിമിഷം വരെ, നാളെ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. നാളെ എനിക്കൊരു മോശമായിട്ടുള്ള അനുഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പണായിട്ട് പറയും, ഇന്നപോലെ അനുഭവം ഉണ്ടായതിൻ്റെ പേരിൽ ഞാൻ കമ്പനി മാറുന്നു. നമ്മൾ ആരെയും എവിടെയും പിടിച്ചു നിർത്തേണ്ട കാര്യമില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണും മാറാനായിട്ട്, അല്ലെങ്കിൽ കമ്പനി മാറുന്നത്. ഒരുപാട് പേര് കമ്പനി മാറുന്നുണ്ട്, പല അനുഭവങ്ങൾ കാരണം മാറുന്നവരാണ്. കാരണം പലർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ്, അതുകൊണ്ടാണ് പലരും മാറുന്നത്. അപ്പം നമുക്ക് ഇതുവരെ ഓക്കെയാണ്. എനിക്ക് ഈ ഒരു നിമിഷം വരെ, ഇപ്പോൾ ഈ ഒരു സെറ്റിൽമെൻറ്റിന് പോകുന്നതിന് മുമ്പ് വരെ ഓക്കെയാണ്. ഇപ്പോൾ സെറ്റിൽമെൻറ്റിന് ചെല്ലുന്ന സമയത്ത് ആവശ്യമില്ലാത്ത എന്തെങ്കിലും കട്ടിങ്ങോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ മാറാനേ ചിന്തിക്കത്തുള്ളൂ. കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ ഭയ്യാ ओके ओ पुराना है, नीचे का है ना, वो पुराना है. चाहिए तो रखो, नहीं चाहिए तो छोड़ दो. नया वाला है, नया डालो. उसका नीचे इधर नहीं है भैया. हाँ ये नया है. हाँ उधर से मिला. हाँ ये नया है. ये देखो, ये पुराना है ये पूरा इधर फटा हुआ है, पूरा पुराना है. हाँ मेरे को गाड़ी मिलने के टाइम ये भी है. ये सफाई करेगा तो ओके आएगा. मैं ओपन नहीं किया है. क्या सफाई करेंगे इसकी? फिर तो ये सही है नीचे वाला. हाँ ये रखो. आप दूसरा आदमी को गाड़ी दिएगा ना, वो टाइम ये ऐसा भी दे दो. स्टीयरिंग का भी है ना, साथ में रखो. हाँ वो तो रखते हैं. ठीक है. ओ कुशन भी है, ये कुशन 2 है, एक उधर का एक इधर का. ये थैली इधर पड़ी है. 2 है ना इसमें? हाँ 2 है. एक इधर के लिए, ये शीट है ना, ये कुकिंग करने के टाइम में उधर डाल दिया. ओ वाशिंग पाउडर है उधर, आपको चाहिए तो यूज़ करो. ഓയിൽ ബി തോടാ. അപ്പം എന്താ പറയുക, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ സെറ്റിൽമെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓക്കെയാണ്. നമ്മളുടെ ആവശ്യമായിട്ട് കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരാനില്ല. എന്നാലും നമ്മളെല്ലാം കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്താണ് നമുക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് കാര്യങ്ങൾ എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. ഒരുപാട് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഒരു അടിപൊളി സ്ഥലം.